ഒരു മാസം കൊണ്ട് 15 കിലോ വരെ കുറയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നറിയില്ല. പക്ഷേ സാധാരണ നമ്മളിവിടെ കുറച്ച് വരുന്നത് ഒരു മാസം കൊണ്ട് 15 കിലോ വരെയൊക്കെ തന്നെയാണ്. നമ്മുടെ ക്ലയൻസ്, നമ്മുടെ പേഷ്യൻസ് നമ്മുടെ ഫോണിലൊക്കെ കോൺടാക്ട് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് പറയുന്നത്, ഞാൻ ഒത്തിരി എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പോർഷൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്, എന്നിട്ടും എൻ്റെ വെയിറ്റ് കുറയുന്നില്ല, അവിടെ വന്നാൽ കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ്. ഞാൻ ഒട്ടും ചിന്തിക്കാറില്ല. ഞാൻ പറയും പോന്നോളൂ, ഒരു കുഴപ്പമില്ല. കാര്യം ഞാൻ അത്രയും കോൺഫിഡൻ്റ് ആണ്, ഇവിടെ അത്രയും നല്ല റിസൾട്ടാണ് നമുക്കിതിന് വേണ്ടി കിട്ടാറുള്ളത്. കാരണം കൃത്യമായിട്ടുള്ള ഡയറ്റും വ്യായാമ മുറകളും പാലിച്ചു കഴിഞ്ഞാൽ ആർക്കും കുറയ്ക്കാവുന്നതേ ഉള്ളൂ വെയിറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് കൃത്യമായി വ്യായാമവും ഡയറ്റും ചെയ്യിപ്പിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് വെയിറ്റ് കുറയ്ക്കുന്നത് എന്നൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ആമിന, മെഡിക്കൽ ഓഫീസർ, പ്രാണ നാച്ചുറൽ കെയർ സെൻറ്റർ. എന്തുകൊണ്ടാണ് എത്ര ശ്രമിച്ചിട്ടും കുടവയറും തടിയും കുറയാതെ വരുന്നത്? കൃത്യമായിട്ടുള്ള അറിവില്ലായ്മ തന്നെയാണ്. പോർഷൻ കൺട്രോള് എന്ന് പറയും. കഴിക്കുന്ന ആഹാരത്തിൽ എത്ര കാർബോഹൈഡ്രേറ്റ് വേണം, എത്ര പ്രോട്ടീൻ വേണം, എത്ര ഫൈബർ വേണം. ആഹാരം കുറച്ച് കഴിക്കുന്നു എന്നുള്ളതല്ല, കഴിക്കുന്ന ആഹാരത്തിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതിലാണ് കാര്യം. കാർബോഹൈഡ്രേറ്റ് മാത്രമാണ് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ഡയറക്റ്റ് അബ്സോർബ് ചെയ്യും. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റിൽ തന്നെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റും ഉണ്ട്, റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റും ഉണ്ട്. പോളിഷ് ചെയ്ത അരി, അതുപോലെ തന്നെ മൈദ, പാസ്ത, അതൊക്കെ പോളിഷ്ഡ് വേർഷനാണ്. അതുപോലെ തന്നെ നമുക്ക് കോംപ്ലക്സ് കിട്ടും, അതായത് മില്ലറ്റ്, ബ്രാനുള്ള റൈസ്, നമ്മുടെ ഈ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഒക്കെ വരുന്നത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ ഇത്തരം കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് വെയിറ്റ് ലോസിൻ്റെ സമയത്ത്. ഈ പോർഷൻ കൺട്രോളിൽ തന്നെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആയിരിക്കണം എടുക്കാനായിട്ട്. അതുപോലെ തന്നെ പ്രോട്ടീൻ ഉണ്ടാവണം, നല്ല ഫൈബർ കണ്ടന്റ് ഉണ്ടാവണം, നല്ല ഫാറ്റ് ഉണ്ടാവണം. ഫൈബറിനായിട്ട് നമുക്ക് വിവിധങ്ങളായിട്ടുള്ള വെജിറ്റബിൾസ് ഉപയോഗിക്കാം. പ്രോട്ടീനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ വെജിറ്റേറിയൻ സാധനങ്ങൾ ഉപയോഗിക്കാം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നോൺ വെജിറ്റേറിയൻ ഉപയോഗിച്ചോളൂ. നിങ്ങൾക്ക് ചിക്കൻ ഉപയോഗിക്കാം, മീൻ ഉപയോഗിക്കാം. അതിനെ നിങ്ങൾ ടോക്സിനാക്കി മാറ്റാതെ ഇരിക്കുക. അത് നിങ്ങൾ കുക്ക് ചെയ്യുന്നതിൽ മെത്തേഡുകളിലൂടെ അതിനെ ടോക്സിൻ ആക്കാതിരിക്കുക. റിഫൈൻ ഓയിൽസ് ഒക്കെ യൂസ് ചെയ്ത് കുക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. എപ്പോഴും വിർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. റിഫൈൻ ഓയിലിലൊക്കെ കൊഴുപ്പ്, ചീത്ത കൊളസ്ട്രോൾ ഒരുപാട് അധികം ഉള്ളതാണ്. അതുപോലെ തന്നെ പോർഷൻ കൺട്രോളൊക്കെ ചെയ്യുന്നുണ്ടാവും. കറക്റ്റ് ബാലൻസ്ഡ് ആയിട്ടൊക്കെ ചില ആളുകൾ ഫുഡ് കഴിക്കുന്നുണ്ടാവും. അപ്പോൾ കുറച്ച് ഫുഡ് കഴിക്കുന്നത് കാരണം ഇവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനായിട്ട് ചില ആളുകളെങ്കിലും ചൂസ് ചെയ്യുന്നത് ചോക്ലേറ്റ്സും ബിസ്ക്കറ്റും അതുപോലുള്ളവയായിരിക്കും. അപ്പോൾ അത്തരം റീപ്ലേസ്മെൻറ്റുകൾ ചെയ്യാതിരിക്കുക. എപ്പോഴും ഇൻ ബിറ്റ്വീൻ, ഞാൻ എപ്പോഴും പറയും, മിഡ് മോർണിംഗ്, മിഡ് നൂൺ, ആ ഒരു സമയങ്ങളിൽ നിങ്ങൾ ചെറിയ രീതിയിലുള്ള ചെറിയ കാലറി ഉള്ള എന്തെങ്കിലും കഴിക്കുക. അതായത് രാവിലെ സമയങ്ങളിൽ നിങ്ങൾക്കൊരു ബട്ടർ മിൽക്ക് കുടിക്കാൻ, ചിലപ്പോൾ ഒരു വെജിറ്റബിൾ വെച്ചിട്ടുള്ള ജ്യൂസ്, നമ്മുടെ കുമ്പളങ്ങ ജ്യൂസ് അല്ലെങ്കിൽ കുമ്പറിൻ്റെ ജ്യൂസ് അല്ലെങ്കിൽ ഒരു ക്യാരറ്റ് ജ്യൂസ്, ഇത് നിങ്ങൾക്ക് കുടിക്കാം. അല്ലെങ്കിൽ ഹോൾ ഫ്രൂട്ട് കഴിക്കുക. ജ്യൂസിനേക്കാളും നല്ലത് ഹോൾ ഫ്രൂട്ട് കഴിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതുപോലെ തന്നെ ആഫ്റ്റർനൂൺ, മിഡ് നൂൺ എന്തെങ്കിലും കഴിക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എനർജി ബോൾ കഴിക്കാം. നട്ട്സൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞൊരു എനർജി ബോൾ കഴിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബട്ടർ മിൽക്ക്, അവിടെയും നിങ്ങൾക്ക് ബട്ടർ മിൽക്ക് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബാർലി വാട്ടർ ചൂസ് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ഒരു മിഡ് നൂണും കഴിക്കുക. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ, അത് പോർഷൻ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ കലോറി കുറയ്ക്കുമ്പോൾ ഇൻ ബിറ്റ്വീൻ ഇത് സപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഭക്ഷണം വേറെ കഴിക്കേണ്ടി വരില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വിശപ്പ് തോന്നിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആവും, വേറെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കും. അപ്പോൾ അത്തരം സാഹചര്യം ഒഴിവാക്കാനാണ് ഞാൻ എപ്പോഴും പറയും മിഡ് നൂണും മിഡ് മോർണിംഗും, ആ ഒരു ഇൻ ബിറ്റ്വീൻ ടൈമിൽ എന്തെങ്കിലും ചെറിയ കാലറി ഉള്ള ഹെൽത്തി ആയിട്ടുള്ളത് കഴിക്കണമെന്ന്. ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ ഹോൾ ഫ്രൂട്ട് കഴിക്കാൻ ശ്രമിക്കണം. ഫ്രൂട്ട് ജ്യൂസുകൾ കൂടുതൽ കുടിക്കേണ്ടതെന്ന്. വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ജ്യൂസുകൾ, ഫ്രൂട്ടിൻ്റെ ജ്യൂസുകൾ അധികം നമുക്ക് പ്രിഫറബിൾ അല്ല. അതിന് കാരണം ഫ്രൂട്ട് ജ്യൂസിനകത്ത് ഒത്തിരി ഷുഗർ എന്ന് പറയുമ്പോൾ ഫ്രക്ടോസ് ആണ് ഇതിനകത്തുള്ളത്. എന്നാൽ പോലും അമിതമായാൽ അമൃതം വിഷമാണ്. കൂടുതലായിട്ടുള്ള ഈ ഫ്രക്ടോസ് അത് നമ്മൾ അരിച്ചെടുത്തിട്ടാണ് നമ്മൾ ജ്യൂസ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ ഈ നമ്മുടെ ഫൈബർ എല്ലാം മാറുന്നുണ്ട്. അപ്പോൾ ഫൈബർ എല്ലാം മാറിയിട്ട് പിന്നെ ഈസി ആയിട്ട് ഷുഗർ നമ്മുടെ രക്തത്തിൽ കൂടാനായിട്ട് ജ്യൂസസ് കാരണമാകും. അപ്പോൾ ജ്യൂസസ് എടുക്കാതിരിക്കുക. വെയിറ്റ് ലോസ് ചെയ്യുന്നവർ ഫ്രൂട്ട് ജ്യൂസസ് കൂടുതലായിട്ട് എടുക്കാതിരിക്കുക. നിങ്ങൾക്ക് വെജിറ്റബിൾ ജ്യൂസസ് പ്രിഫർ ചെയ്ത് അത് എടുക്കാം. പക്ഷേ നിങ്ങൾ ഫ്രൂട്ട് ജ്യൂസിന് പകരം ഹോൾ ഫ്രൂട്ട് കഴിക്കുക, കടിച്ച് കഴിക്കുക.
ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, പലരും ശ്രദ്ധിക്കാതെ പോകുന്നത് ഡിന്നർ ടൈമിംഗ് ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് തിരക്കേറിയ ജീവിതത്തിൽ നമുക്ക് ഡിന്നർ ലേറ്റായിട്ട് കഴിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. നമ്മളിവിടെ വരുന്നവർക്കും അല്ലാതെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ്, നിങ്ങൾ ഒരു 6:30-7:30 ഉള്ളിൽ ഭക്ഷണം കഴിക്കുക. ഇത്തരം ശീലം നിങ്ങൾക്ക് കൂടുതൽ സമയം ഒരു ഫാസ്റ്റിംഗ്, രാത്രി നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ എഫക്റ്റ്, ഇതിൽ കൂടുതലും നല്ലത് 5:30 കഴിക്കുന്നതാണ്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ ഡിന്നർ കഴിക്കുന്നതാണ് കൂടുതലും നല്ലത്. ഈ ഡിന്നർ നിങ്ങൾക്ക് വേണമെങ്കിൽ 5:30 മുമ്പാണ് കഴിക്കുന്നതെങ്കിൽ ഡിന്നറായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റോസ് സാലഡോ അല്ലെങ്കിൽ ഫ്രൂട്ട് സാലഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. പക്ഷേ സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണെങ്കിൽ ലോങ് ടേം ആയിട്ട് ഇത്തരം ഫ്രൂട്ട് കഴിക്കുന്നത് നിങ്ങൾ ഒരിക്കലും പ്രിഫർ ചെയ്യരുത്. അത് നിങ്ങൾക്ക് ലിവറിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എപ്പോഴും 6:30 ശേഷം കഴിക്കുമ്പോൾ ഒരു മിക്സ് ചെയ്ത് തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും കുക്ക് ഫുഡ് കഴിക്കാനായിട്ട് ശ്രമിക്കുക. ലൈറ്റായിട്ട് കഴിക്കുക. പ്രോട്ടീൻ കൂടുതലും കാർബോഹൈഡ്രേറ്റ് കുറവും ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇങ്ങനെ ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധിച്ചതുകൊണ്ട് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. നമ്മൾ എപ്പോഴും എക്സസൈസ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ എത്രത്തോളം ഡയറ്റിൽ ശ്രദ്ധിക്കുന്നു അത്രത്തോളം തന്നെ നമ്മൾ എക്സസൈസിലും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം മെറ്റബോളിസം കൂട്ടാനായിട്ട് കൃത്യമായിട്ടുള്ള എക്സസൈസ്, വ്യായാമ മുറകളും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്തു കൊടുക്കണം. ഇതിനായിട്ടൊരു ഗൈഡിൻ്റെ സഹായത്തോടെയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ സഹായത്തോടുകൂടിയോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത്തരം എക്സസൈസുകൾ ചെയ്യുക. എല്ലാവർക്കും ഒരുപോലെയല്ല. ചിലർക്ക് ചിലപ്പോൾ ഡിസ്കിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ ഹെർണിയ പോലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഉള്ളവർക്ക് വേറെ വേറെ ആസനകളോ അല്ലെങ്കിൽ എക്സസൈസുകളോ എല്ലാം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും ഒരു ഗൈഡിൻ്റെ സഹായത്തോടു മാത്രം ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വയറിലെ ഫാറ്റ് കുറയുന്നില്ല, അതുപോലെ തന്നെ അരക്കെട്ടിലെ ഫാറ്റ് കുറയുന്നില്ല, ഇത്തരം കംപ്ലൈൻറ്റുകൾ ഒരുപാട് ആളുകൾ എപ്പോഴും പറയുന്നതാണ്. എത്രയോ നാളുകൾ എടുത്തിട്ടായിരിക്കണം നിങ്ങൾക്ക് ഫാറ്റൊക്കെ ഇത്തരത്തിൽ അടിഞ്ഞുകൂടിയത്. അപ്പോൾ എത്രയും പെട്ടെന്ന് 10 ദിവസം കൊണ്ട് ആ അടിഞ്ഞുകൂടിയ ഫാറ്റ് പോകണം, അല്ലെങ്കിൽ 20 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് പോകണം എന്ന് പറയുന്നതിൽ ഒരു പോയിന്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് 3 മാസത്തിൽ 20 കിലോയൊക്കെ കുറച്ച് പേഷ്യൻ്റ് ഉണ്ട്. അപ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3 മാസമെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഡയറ്റും വർക്കൗട്ടും ഒക്കെ ഫോളോ ചെയ്യാൻ കഴിയണം. അതിന് നിങ്ങൾ തന്നെ ഒന്ന് മനസ്സ് വെക്കണം. ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് പാർട്ടി കൂടണം, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് ട്രിപ്പ് പോകണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് നിങ്ങൾ ഡെഡിക്കേറ്റ് ആവാൻ തയ്യാറായില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു വെയിറ്റ് ലോസ് സാധ്യമാവത്തില്ല. ഇതിന് ഡെഡിക്കേറ്റഡ് ആണ്, ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണ്, ആ ഒരു കൺസിസ്റ്റൻസി, ആ ഒരു ഇത് ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു നല്ല വെയിറ്റ് ലോസ് സാധ്യമാവുന്നത്. തടി കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് മിസ്റ്റേക്കുകൾ ചെയ്തു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് തടി കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പട്ടിണി കിടക്കുന്നവരുണ്ട്. അവർ പറയും, ഞാൻ കുറച്ചേ ഭക്ഷണം കഴിക്കുള്ളൂ, ഞാൻ ഒന്നും കഴിക്കാറില്ല. അപ്പോൾ ഇത്തരം പ്രവണത അത്ര നല്ലതല്ല. അവർക്ക് പോർഷൻ കൺട്രോളുമില്ല, ഏത് കാർബോഹൈഡ്രേറ്റ് ആണ് കഴിക്കുന്നതെന്നില്ല. അപ്പോൾ ഇത്തരം മിസ്റ്റേക്കുകൾ, എന്താണ് കഴിക്കുന്നത്, എങ്ങനെയാണ് കഴിക്കുന്നത്, എത്ര കഴിക്കുന്നു, അതൊന്നുമില്ല. പക്ഷേ ഒരു ഭക്ഷണം കുറച്ചേ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ കഴിക്കില്ല. ഇത്തരം അവസരങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, സത്യം പറഞ്ഞാൽ തടി കൂടാനാണ് കൂടുതൽ സാധ്യത. കാരണം ഓൾറെഡി തടി കൂടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇൻഫ്ലമേഷൻസ് ഉണ്ടാവും, നമ്മുടെ ഫാറ്റുകൾക്ക് ക്ഷതമുണ്ടാകും. ഇത്തരം ക്ഷതമുണ്ടായതിനു ശേഷം പിന്നീട് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് സപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ ഈ ക്ഷതമുണ്ടായ സ്ഥലത്ത് ഹീലിംഗ് ഉണ്ടാവുള്ളൂ. ഈ ഹീലിംഗ് ഉണ്ടാവാതെ വീണ്ടും നമ്മുടെ ഡയറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞ് പട്ടിണി കിടന്നു കഴിഞ്ഞാൽ കൂടുതൽ വഷളാവുകയേ ഉള്ളൂ. അതുപോലെ തന്നെ വെയിറ്റ് കൂടാനാണ് അവിടെ കൂടുതൽ ചാൻസസ് വരുന്നത്. ഇതുപോലെ തന്നെ ഡയറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞ് ഭക്ഷണം കുറച്ച് കഴിച്ച് ന്യൂട്രീഷനിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക, നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് ഇത്തരത്തിൽ ഒന്നുമില്ലായിരിക്കും. ഡയറ്റ് കൺട്രോളാണ്, ഞാനൊന്നും കഴിക്കില്ല, കുറച്ച് ആഹാരം, രാത്രി പട്ടിണി കിടക്കുക, രാവിലെ പട്ടിണി കിടക്കുക, ഇത്തരത്തിലൊക്കെ മാൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇത്തരം രീതിയിൽ ഇത്തരം പ്രവണതകൾ നിങ്ങളെ ഡെഫിഷ്യൻസീസിലോട്ട് കണ്ടെത്തിക്കും.
അങ്ങനെ നിങ്ങളുടെ ആരോഗ്യം, നിങ്ങൾക്ക് ബോൺ ഹെൽത്ത് കുറയും, നിങ്ങൾക്ക് നിങ്ങളുടെ ബോൺസിനും നിങ്ങളുടെ ഓർത്തോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് വരും. എല്ലിന് തേയ്മാനം, എല്ലിന് പെട്ടെന്ന് രോഗങ്ങൾ വരിക, ഇത്തരം കാര്യങ്ങളെ നിങ്ങൾ ക്ഷണിച്ചു വരുത്തും. നിങ്ങൾ വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയുന്ന ഇപ്പോഴത്തെ പ്രോസസ്സ് ശരിയായ രീതിയിൽ നടത്തിയില്ലെങ്കിൽ. പിന്നെ കണ്ടുവരുന്ന ഒരു ശീലമാണ് ചില ഡ്രിങ്കുകൾ കുടിക്കുക. ഏതെങ്കിലും ഇപ്പം ചിയാ സീഡ് ഇട്ട വെള്ളം കുടിക്കും, അല്ലെങ്കിൽ സിന്നമൺ തിളപ്പിച്ച് കുടിക്കും, വേറെ എന്തെങ്കിലും ഇഞ്ചി തിളപ്പിച്ച് കുടിക്കും. അപ്പോൾ ഇത് നമ്മൾ കൂടുതലായിട്ടും യൂട്യൂബിൽ അല്ലെങ്കിൽ ആർട്ടിക്കിൾസിലൊക്കെ കാണും. ഇഞ്ചി നീര് കുടിക്കൂ, വെയിറ്റ് നിങ്ങളുടെ തടി ഉരുക്കി കളയൂ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഹെഡിങ് കണ്ട് ഇത് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അവിടെയും വേറെ ഒന്നുമില്ല, ഡയറ്റ് കൺട്രോളോ എക്സസൈസോ അങ്ങനെ ഒന്നുമില്ല, ജസ്റ്റ് ഇത് നീര് കുടിച്ചുകൊണ്ടിരിക്കും. ഇത്തരം ഇഞ്ചി നീര് അല്ലെങ്കിൽ സിന്നമണൊക്കെ ഡെയിലി കുടിക്കുന്നത് തന്നെ പിന്നീട് ബോഡിക്ക് അപകടകരമായി വരും. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, മെഡിസിനൽ വാല്യൂ ഉള്ള എന്ത് നിങ്ങൾ കഴിക്കുമ്പോഴും ഒരു ചെറിയ വാഷ് ഔട്ട് പീരീഡ് 10 ദിവസം എടുത്തു കഴിഞ്ഞാൽ ഒരു 5 ദിവസം നിങ്ങൾ കഴിക്കാതെ ഇരിക്കുക. അതാണ് നിങ്ങൾക്ക് ഉത്തമമായിട്ട് വരുന്നത്. കാര്യം ഇത്തരം മെഡിസിനൽ വാല്യൂ ഉള്ളത് നിങ്ങൾക്കത് ആ മെഡിസിൻ്റെ ആ ഒരു കണ്ടന്റ് നിങ്ങളുടെ ബോഡിയിൽ കൂടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ടോക്സിനായിട്ട് മാറും. അതുപോലെ തന്നെ ചില ഭക്ഷണങ്ങൾ മാത്രം മാറ്റിവെക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ കഴിക്കും, പക്ഷേ ചിലത് മാറ്റിവെക്കും. അത്തരം പ്രവണതയും കണ്ടുവരുന്നുണ്ട്. പിന്നെ പൊതുവായി കണ്ടുവരുന്നതാണ് രാവിലത്തെ ഭക്ഷണം ഒഴിവാക്കുക. രാവിലത്തെ ഭക്ഷണമൊക്കെ ഒഴിവാക്കുന്നത് നിങ്ങളെ ആരോഗ്യത്തെ അത്രയും നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ രാവിലത്തെ ഭക്ഷണം ഇത്തരത്തിൽ ഒഴിവാക്കാതിരിക്കുക. വെയിറ്റ് ലോസ് എന്ന് പറയുന്ന പേരിൽ നിങ്ങളുടെ ബ്രെയിൻ സെല്ലിന് അത്രയും അത്യാവശ്യമായിട്ടുള്ളതാണ് രാവിലത്തെ ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അത് ഏറ്റവും നല്ല രീതിയിൽ കഴിക്കേണ്ട ഒന്നാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കുക. മെയിനായിട്ട് കണ്ടുവരുന്ന വെയിറ്റ് ലോസ് എന്ന പേരിൽ കണ്ടുവരുന്ന മറ്റൊരു മിസ്റ്റേക്കാണ് രാത്രിയിൽ ഫ്രൂട്ട്സ് മാത്രം കഴിക്കുക എന്ന് പറയുന്നത്. ഇത് ഞാനും ഒരു സമയത്ത് പ്രൊമോട്ട് ചെയ്തിരുന്നൊരു കാര്യമാണ്. പിന്നീട് ഞാനത് തിരുത്തി കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും. രാത്രി ഫ്രൂട്ട്സ് മാത്രം കഴിക്കുന്നത് കാരണം നമുക്ക് ലിവർ ഡിസീസസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നുവെച്ച് ഫ്രൂട്ട്സ് തൊടാനേ പാടില്ല എന്നല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ കൂടെ ഫ്രൂട്ട്സ് കഴിക്കുന്നെങ്കിൽ പ്രശ്നമില്ല. രാത്രി ഫ്രൂട്ട്സ് മാത്രം ലോങ് ടേം ഒരുപാട് നാൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം വെയിറ്റ് ലോസിൻ്റെ പേരിൽ ഇത്തരത്തിൽ രാത്രി ഫ്രൂട്ട് മാത്രം കഴിച്ച് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് നിർത്തുക. എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് പെട്ടെന്ന് തടി കുറയ്ക്കാൻ പറ്റുന്നത്? ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. എപ്പോഴും ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ കുറച്ച് സാലഡ് ഉൾപ്പെടുത്തണം. ഫൈബർ റിച്ച് ആയിട്ടുള്ള സാലഡ് നിങ്ങളുടെ കൂടെ ഉണ്ടാവണം. അതിനകത്ത് ക്യൂക്കമ്പർ, ക്യാരറ്റ്, അധികം ക്യാബേജ്, അത്തരം ഫൈബർ കൂടുതലുള്ള നിങ്ങൾക്ക് എന്താണോ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് അത്തരം സാധനങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തണം. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഒരു 16 മണിക്കൂറെങ്കിലും നിങ്ങളൊരു ഭക്ഷണം ഉള്ളിലേക്ക് ചെല്ലാത്ത രീതിയിൽ, കാലറി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകുന്നത് വളരെ നല്ലതാണ്. അതിന് ഈവനിങ് ഒരു 5:30 ആ ഒരു റേഞ്ചിൽ നിങ്ങൾ ഡിന്നർ കഴിക്കുകയാണെങ്കിൽ, പിന്നെ രാവിലെ ഒരു 7:30 കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു 16 മണിക്കൂർ ഫാസ്റ്റിംഗ് കിട്ടും. അപ്പോൾ അത്തരത്തിൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രയാസവും ഉണ്ടാവില്ല. അറ്റ് ദ സെയിം ടൈം എഫക്റ്റും നിങ്ങൾക്ക് കിട്ടും. കംപ്ലീറ്റ് ഷുഗർ കട്ട് ചെയ്യുക. അതുപോലെ തന്നെ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്, 5 വെള്ള വിഷങ്ങൾ എന്ന് പറയും, വൈറ്റ് പോയിസൺസ് എന്ന് പറയും. അവ വൈറ്റ് ഷുഗർ, മൈദ, വൈറ്റ് റൈസ്, ഉപ്പ്, പിന്നെ പാല്. അപ്പോൾ ഇത്തരം സാധനങ്ങൾ നമുക്ക് തടിക്ക് മാത്രമല്ല, നമുക്ക് എന്തൊരു രോഗത്തിനായാലും ഏതൊരു കണ്ടീഷനിലൂടെ പോകുന്നതായാലും നിങ്ങൾക്ക് ഈ 5 വൈറ്റ് പോയിസൺസ് അവോയ്ഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു കണ്ടീഷനിലും റിഫൈൻഡ് ആയിട്ടുള്ള നമ്മുടെ റൈസ് ആയാലും ഷുഗർ ആയാലും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ഔട്ട് ചെയ്യുക. അതിന് പകരം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ റീപ്ലേസ് ചെയ്യാം. തേനൊക്കെ ആയാലും നമ്മൾ കൂടുതൽ കഴിക്കരുത്, പക്ഷേ ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്യാനായിട്ട് തേനോ ഡേറ്റ് സിറപ്പോ അല്ലെങ്കിൽ ഡേറ്റ്സോ സ്മൂതിയിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് അത്തരത്തിൽ ഹെൽത്തി വൈസ് ചെയ്ത് കൊണ്ടുവരിക. നമ്മൾ ഒരു എഫേർട്ട് ഇടാതെ അല്ലാതെ നമുക്ക് ഇതിൽ ഒരു മാറ്റം കിട്ടുന്നതല്ല. റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക. ഒരു ദിവസം എക്സസൈസ് ചെയ്ത് പിറ്റേ ദിവസം ചെയ്യില്ല, പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ചെയ്യുന്നു, അങ്ങനെയല്ല. റെഗുലർ എക്സസൈസ് ചെയ്യുക.
അത്തരം എക്സസൈസ് കൂടി വന്നാൽ മാത്രമേ നമുക്ക് മെറ്റബോളിസം കൂടുകയും നമ്മുടെ വെയിറ്റ് കുറയുകയും ചെയ്യുള്ളൂ. പോർഷൻ കൺട്രോളിനെ കുറിച്ചൊക്കെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്. പോർഷൻ കൺട്രോളായി ബാലൻസ്ഡ് ആയിട്ടുള്ള പ്ലേറ്റ് കഴിക്കുക. അതുപോലെ തന്നെ 2 meals per day നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. രാവിലത്തെ ഭക്ഷണവും അതുപോലെ തന്നെ ഉച്ചയ്ക്കത്തെ ഭക്ഷണവും കഴിക്കുന്ന രീതിയിൽ, ഈവനിങ് ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറയുന്ന രീതിയിലും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. തടി കുറയാനായിട്ട് ചില വൈറ്റമിൻസും മിനറൽസും ഒക്കെ നമ്മുടെ ബോഡിയിൽ അത്യാവശ്യമാണ്. വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, ബി വൈറ്റമിൻസ്, അതുപോലെ തന്നെ ഫോലേറ്റ്, ഇതൊക്കെ നമുക്ക് ശരീരത്തിലുണ്ടെങ്കിൽ ഇത്തരം വെയിറ്റ് മാനേജ്മെൻറ്റുകൾ നമുക്ക് എഫക്റ്റ് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ omega-3 ഫാറ്റി ആസിഡ് ഒക്കെ സപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, തടി കൂടുന്നത് ഇത്ര വലിയ പ്രശ്നമാണോ, ഇതിനെയൊക്കെ ഇത്രയും നമ്മൾ കെയർ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഞാൻ ചില പേഷ്യൻസിനോട് പറയും, തടി കൂടുക അല്ലെങ്കിൽ തടി കുറയുക എന്നുള്ളതിലുപരി നിങ്ങൾ ഫ്ലെക്സിബിൾ ആയിരിക്കുക, ആരോഗ്യത്തോടു കൂടി ഇരിക്കുക എന്നുള്ളതാണ്. ചില അവസരങ്ങളിൽ നമുക്ക് തടിയെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത്തരം അവസരങ്ങളിൽ വീണ്ടും വീണ്ടും നമ്മൾ അത് ഓർത്ത് വിഷമിച്ച് ഇരിക്കുകയാണെങ്കിൽ ഡിപ്രഷനിലോട്ട് പോകാൻ മാത്രമേ കഴിയുകയുള്ളൂ. നമ്മളിവിടെ പറ്റുന്നതിൽ മാക്സിമം കാര്യങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ചെയ്യുക. അതിനപ്പുറം നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ അതിന് വിടുക എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ഫ്ലെക്സിബിൾ ആവാനായിട്ട് യോഗ ചെയ്യുക, കൃത്യമായിട്ടുള്ള എക്സസൈസ് ചെയ്യുക, ബോഡിയെ ഫ്ലെക്സിബിൾ ആക്കി വെക്കുക. എന്നാൽ ഇത്തരത്തിൽ തടി കൂടുന്നത് നമ്മൾ ശ്രദ്ധിക്കാത്ത രീതിയിൽ തടി കൂടി വന്നത് നെഗ്ലക്റ്റ് ചെയ്തത് കൊണ്ട്, നമ്മൾ ശ്രദ്ധിക്കാതെ തടി കൂടിയത് കാരണം PCOD, PCOS പോലുള്ള അസുഖങ്ങൾ, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഡയബറ്റീസ്, കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങൾ ഒക്കെ തുടങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട്. വയറ്റിൽ നിന്ന് പോകാതിരിക്കുക തടി കൂടുതലായത് കാരണം. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. മാത്രമല്ല കാലിൽ നമുക്ക് താങ്ങാൻ പറ്റാതെ വന്ന് നമ്മുടെ മുട്ട് തേയ്മാനം, അതുപോലെ തന്നെ പാദങ്ങൾക്ക് താങ്ങാൻ പറ്റാതെ വന്നിട്ട് ആങ്കിൾ ജോയിൻറ്റിൻ്റെ പ്രശ്നങ്ങൾ, വെരിക്കോസ് വെയിൻ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇങ്ങനെ തൂക്കം നമ്മൾ നിയന്ത്രിക്കാതെ വരുന്നത് കാരണം ഉണ്ടാകുന്നത്. ഇനി കൃത്യമായ രീതിയിലല്ല തൂക്കം കുറയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് പല പ്രശ്നങ്ങൾ നേരിടാം. വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസീസ് വന്നു ചേരാം. അതുപോലെ തന്നെ സ്കിന്ന് ചുളിഞ്ഞു പോകാം, പെട്ടെന്ന് പ്രായമാകുന്നത് പോലെ, ഗ്ലോ നഷ്ടപ്പെടുന്നത് പോലെ ഒക്കെ ഉള്ള പ്രശ്നങ്ങൾ വരാം. അപ്പോൾ കൃത്യമായി ഒരു നല്ല എക്സ്പേർട്ടിൻ്റെ സഹായത്തോടു കൂടി മാത്രം നിങ്ങൾ ഇത്തരം വെയിറ്റ് ലോസ് പ്രോഗ്രാംസ് ചെയ്ത് വെയിറ്റ് കുറയ്ക്കുക. ചോറ് മാറ്റി ചപ്പാത്തി ആക്കിക്കൊണ്ട് നമുക്ക് വെയിറ്റ് കുറയ്ക്കാം എന്ന് നമ്മൾ കേട്ട് വരാറുണ്ട്. കാര്യത്തിൽ നമുക്ക് ചപ്പാത്തിയിലും ചോറിലും ഒക്കെ കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. പക്ഷേ ചപ്പാത്തിയിലുള്ള നമ്മുടെ ഗ്ലൂക്കോസ് കുറച്ച് പതുക്കെയാണ് ബ്ലഡിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള മില്ലറ്റും റാഗിയും ഒക്കെ. ഇത്തരം ഭക്ഷണങ്ങളും ഇപ്പം റൈസ് കഴിച്ച് അരമണിക്കൂർ കൊണ്ട് ബ്ലഡിലേക്ക് ഗ്ലൂക്കോസ് സെക്രീറ്റ് ചെയ്യുന്നു. മില്ലറ്റുകൾ കഴിച്ച് ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അത് ബ്ലഡിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്, സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു വ്യത്യാസമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കഴിക്കാം എന്ന് പറയുന്നത് വിചാരിച്ച് ഒരുപാട് കഴിക്കാമെന്നല്ല, ആവശ്യത്തിന് നിങ്ങൾക്ക് എത്ര വേണമോ അത്ര. അതിൽ ഞാൻ പറയാറുണ്ട്, അമിത ഭക്ഷണം, വയറ്റിൻ്റെ 1/4 ഭാഗം ഒഴിച്ചിട്ടുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുക. അതല്ലാതെ നിറച്ച് ഭക്ഷണം കഴിക്കാനാണ് ഭാവിക്കുന്നതെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസ് ഒരിക്കലും സാധ്യമാവില്ല. ഒരുപാട് ആളുകൾക്ക് ഉള്ള ടെൻഷനാണ്, നമുക്കൊക്കെ ഡയറ്റ് ചെയ്യാൻ പറ്റുമോ, ജ്യൂസൊക്കെ മാത്രം കുടിച്ച് നിൽക്കാൻ പറ്റുമോ, റോ സാലഡൊക്കെ മാത്രം കഴിച്ചൊക്കെ പറ്റുമോ? അപ്പോൾ ഇത്തരം ഉള്ള ആ ഒരു കൺഫ്യൂഷൻസ് എപ്പോഴും ഇവിടെ വരുന്ന പേഷ്യൻസിന് മാറിയിട്ട് പോകുന്നതാണ് ഞാൻ കാണുന്നത്. അവർ ഒരിക്കലും ഇവിടെ വന്നു കഴിയുമ്പോൾ ഓരോ ദിവസവും നമ്മൾ പെട്ടെന്നല്ല ഒരിക്കലും വന്ന അന്ന് തന്നെ ജ്യൂസ് ഫാസ്റ്റിംഗ് കൊടുക്കുന്നു, അങ്ങനെയല്ല. ആദ്യത്തെ ദിവസം എല്ലാ രീതിയിലുള്ള ഫുഡും കൊടുക്കും, പിന്നെ പതുക്കെ അവർക്ക് റോ സാലഡ് കൊടുക്കും, ഫ്രൂട്ട് കൊടുക്കും, പിന്നെ അതിനുശേഷം 2-3 ദിവസം ജ്യൂസ് ഫാസ്റ്റിംഗ് കൊടുക്കും. അതിൻ്റെ കൂടെ കൃത്യമായിട്ടുള്ള കൗൺസിലിങ്ങും കൂടി കൊടുത്തുകൊണ്ടായിരിക്കും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരം രീതിയിൽ കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ ആ ഒരു കോൺഫിഡൻസ് അവർക്ക് കിട്ടുമോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം മുന്നോട്ട് നീക്കാം, അല്ലെങ്കിൽ കുറച്ച് നാളുകൾ ഇത്തരത്തിൽ പ്രാക്ടീസ് ചെയ്താലും നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ അങ്ങനെ പേടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഒരിക്കലും. നമുക്ക്
തരത്തിലുള്ള ഫുഡായാലും അത് നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് മനസ്സ് വെക്കേണ്ട കാര്യമേ ഉള്ളൂ. എന്തായാലും എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക. ഇത്തരത്തിൽ നല്ല ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വെയിറ്റ് ലോസ് ഒക്കെ സാധ്യം തന്നെയാണ്. അതിന് കൃത്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യുക. ഇത്തരം പോർഷൻ കൺട്രോളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഒഴിവാക്കി എല്ലാം ശ്രദ്ധിച്ചു കൊണ്ടുള്ള രീതിയിലായിരിക്കണം വെയിറ്റ് ലോസിന് വേണ്ടി ശ്രമിക്കാനായിട്ടുള്ളത്. അപ്പോൾ വെയിറ്റ് ലോസിന് വേണ്ടി ശ്രമിക്കുന്നവർ എത്രയും വേഗം മടി കൂടാതെ കൺസിസ്റ്റൻസിയോടുകൂടി തന്നെ വെയിറ്റ് ലോസ് ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.